കത്തോലിക്ക സഭയിലെ ആദ്യ ലോക ശിശുദിനത്തോടനുബന്ധിച്ച് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിൽ ഒത്തുചേർന്നത് 10,000-കണക്കിന് കുരുന്നുകൾ. വർണ്ണാഭമായ തൊപ്പികൾ ധരിച്ച് വത്തിക്കാനിലെ സെയിന്റ് പീറ്റർ സ്ക്വയറിലാണ് കുരുന്നുകളും മാതാപിതാക്കളും എത്തിച്ചേർന്നത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികളിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഉൾപ്പെട്ടിരുന്നു. ഫ്രാൻസിസ് പാപ്പ പുഞ്ചിരിയോടെയാണ് കുട്ടികൾക്കുള്ള തന്റെ പ്രസംഗം ആരംഭിച്ചത്. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ നവോത്ഥാന നായകരുടെ പട്ടികയിൽ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ ഉൾപ്പെടുത്തിയ നടപടി സ്വാഗതാർഹമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ വിശുദ്ധ ചാവറയച്ചൻ വഹിച്ചിട്ടുള്ള സ്തുത്യർഹമായ പങ്ക് വിലമതിക്കാനാകാത്തതാണ്. വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ചാവറയച്ചനിലൂടെ കേരളത്തിനുണ്ടായത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിൽ അമേരിക്കയിൽ നിന്നുള്ള യുവ മിഷണറി ദമ്പതികൾ കൊല്ലപ്പെട്ടു. മിഷണറികളായ നത്താലിയയും ഭർത്താവ് ഡേവി ലോയ്ഡുമാണ് വ്യാഴാഴ്ച അക്രമി സംഘത്തിന്റെ ആക്രമണത്തിൽ മരിച്ചത്. വടക്കൻ പോർട്ടോ പ്രിൻസിലെ ലിസോണിലെ കമ്മ്യൂണിറ്റിയിൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ് അക്രമമുണ്ടായതെന്ന് ഹെയ്ത്തിയൻ പോലീസ് യൂണിയൻ തലവൻ ലയണൽ ലസാരെ പറഞ്ഞു. മിഷൻ ഹെയ്ത്തി എന്ന സന്നദ്ധ സംഘടനയുടെ ഡയറക്ടറും ഹെയ്ത്തി പൗരനുമായ ജൂഡ് മോണ്ടസും കൊല്ലപ്പെട്ടു. മിസോറി സംസ്ഥാനത്ത് നിന്നുള്ള US ജനപ്രതിനിധി സഭാംഗം ബെൻ ബേക്കറിന്റെ മകളാണ് കൊല്ലപ്പെട്ട നത്താലിയ. ഇസ്ലാം മതനിന്ദ ആരോപിച്ച് പാകിസ്ഥാനിലെ സർഗോദ നഗരത്തിൽ ക്രിസ്തുമത വിശ്വാസിയെ ജനക്കൂട്ടം മർദ്ദിച്ചു. ഇയാളുടെ വീടും ഫാക്ടറിയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള രോഷാകുലരായ ജനക്കൂട്ടം ആരോപിതനായ വ്യക്തിയുടെ വീട്ടിൽ പ്രവേശിച്ച് വീട് തല്ലി തകർക്കുകയും വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഷൂ ഫാക്ടറി കത്തിക്കുകയും ചെയ്തു. ആൾക്കൂട്ടം വീടും ചെരുപ്പ് ഫാക്ടറിയും കത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. മറ്റൊരു വീഡിയോയിൽ രക്തം പുരണ്ട് തെരുവിൽ കിടക്കുന്ന മനുഷ്യനെ ഖുറാനെ അവഹേളിച്ചെന്നാരോപിച്ച് ചവിട്ടുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് കാണാം. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് കണ്ണുകൾ തുറക്കാൻ കുട്ടികളോട് ആഹ്വാനം ചെയ്ത് ഇറ്റാലിയൻ ഹാസ്യ നടനായ റോബർട്ടോ ബെനിഗ്നി. ആദ്യ ലോക ശിശുദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിച്ച കുർബാനയ്ക്ക് ശേഷം സെയിന്റ് പീറ്റർ സ്ക്വയറിൽ കൂടിയിരുന്ന കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വപ്നങ്ങളും യക്ഷിക്കഥകളും മുതൽ സംശയം, യുദ്ധം, യേശുവിന്റെ ഗിരിപ്രഭാഷണം തുടങ്ങിയ അനേകം വിഷയങ്ങൾ റോബർട്ടോ ബെനിഗ്നി കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 1997 3 ഓസ്കറുകൾ നേടിയ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലൂടെയാണ് റോബർട്ടോ ബെനിഗ്നി ശ്രദ്ധിക്കപ്പെടുന്നത്.